ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ക്ഷേത്രക്കൊള്ളയായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 10-25 വർഷക്കാലമായിട്ട് ഈ രാമക്ഷേത്രത്തിന് വേണ്ടി നേരിട്ട് വിശ്വഹിന്ദു പരിഷത്തും RSSും അടക്കമുള്ള സംഘപരിവാർ സംഘടനകൾ അവർ ജനങ്ങളിൽ നിന്ന് പിരിവ് നടത്തി മറ്റെല്ലാ ഭക്തജനങ്ങളും വിശ്വാസം അർപ്പിച്ച ഒരു ക്ഷേത്രമാണ് രാമക്ഷേത്രം. ആ കാണിക്കയിലിട്ടിരിക്കുന്ന സംഭാവനകളാണ് ഇപ്പം കൊള്ളയടിച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്ന സാധാരണക്കാരായ ഭക്തജനങ്ങൾ, നമ്മുടെ കേരളത്തിലടക്കമുള്ള ഭക്തജനങ്ങൾ അവരുടെ പാവപ്പെട്ടവരുടെ ഭാഗമായിട്ട് അവർ സംഭരിച്ച പണത്തിൻ്റെ ഒരു ചെറിയ ഭാഗം അമ്പലത്തിലേക്ക് നൽകിയതാണ് ഇപ്പോൾ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നത്. സ്വർണവും കൊള്ളയടിക്കപ്പെട്ടു, പണവും കൊള്ളയടിക്കപ്പെട്ടു. ഇതാരാ ചെയ്തത്? കഴിഞ്ഞ 4-5 മാസക്കാലത്തെ അവിടെ നടന്നിരുന്ന സംഭവങ്ങൾ പ്രത്യേകിച്ച് പരിശോധിച്ച് നോക്കിയാൽ ഇതെല്ലാം ട്രസ്റ്റ് ഭാരവാഹികളുടെ അറിവോട് കൂടിയിട്ടാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ്. CCTV ഫുട്ടേജ് അത് നീക്കം ചെയ്യപ്പെട്ടു. അവിടുത്തെ സെക്യൂരിറ്റി വിഭാഗം തന്നെ മുന്നറിയിപ്പ് നൽകി, ഇവിടെ മോഷണത്തിനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ തുറന്നിട്ടിരിക്കുകയാണ്, സുരക്ഷ ഇല്ലയെന്ന്. ഇതൊന്നെല്ലാം അവഗണിച്ചുകൊണ്ട് ഈ കൊള്ള നടത്താൻ അനുവാദം കൊടുക്കുകയും അതിന് എല്ലാവിധ പ്രേരണ ശക്തിയുമായത് അവിടുത്തെ ട്രസ്റ്റ് ഭാരവാഹികൾ തന്നെയാണ്. ആരാണ് ട്രസ്റ്റ് ഭാരവാഹികൾ? ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ട് മേൽനോട്ടം വഹിച്ച് നിയമിച്ചിട്ടുള്ള ആളുകളാണ് ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ. കേന്ദ്ര ഗവൺമെൻറ്റാണ് നിയമിച്ചിരിക്കുന്നവരെ. സുപ്രീം കോടതി മേൽനോട്ടത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റാണ് സ്ഥലം അവിടെ കൊടുത്തിരിക്കുന്നത്. ഇത്രയും വലിയ കൊള്ള നടന്നിട്ടും പ്രധാനമന്ത്രി മൗനമാണ്, ഒരക്ഷരം വേണ്ടിയിട്ടില്ല. ഇന്ത്യയിലെ കോടാനുകോടി ഭക്തജനങ്ങളെ മനസ്സിനെ ഏറ്റവും വേദനിപ്പിച്ച അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പോലും അതിൻ്റെ നടത്തിപ്പുകാർ തന്നെ നേരിട്ട് മുൻകൈയിട്ട് നടത്തുന്ന ഈ കൊള്ള കണ്ടിട്ട് ആളുകൾ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. പ്രൈം മിനിസ്റ്റർക്ക് മിണ്ടാട്ടമില്ല, ഒരക്ഷരം മിണ്ടുന്നില്ല, ഹോം മിനിസ്റ്റർ മിണ്ടുന്നില്ല. അവിടെ ഒരു SIT അന്വേഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ SIT എന്ന് പറയുന്ന പാവപ്പെട്ട കുറേ ജീവനക്കാരെ അവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കണം. ഞാൻ പറയും, അവരെ മാത്രമാണോ ഈ കുറ്റം? അവർ വിചാരിച്ചാൽ മാത്രമേ ഈ കുറ്റം നടത്താൻ പറ്റുമോ? VHP അതിൻ്റെ ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി രാജിവെച്ചു. VHP നേതാവ് ട്രസ്റ്റ് രാജിവെച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ ഉത്തരവാദിത്വം ട്രസ്റ്റിന് തന്നെയാണ് പൂർണ്ണമായിട്ടും. ആ ട്രസ്റ്റ് ഇതുവരെ പിരിച്ചുവിടപ്പെട്ടിട്ടില്ല. ആ ട്രസ്റ്റ് മിനുക്കുപണികൾ നടത്തി മുന്നോട്ട് പോവുകയാണ്. കുറ്റവാളികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്ന ഏർപ്പാടിലാണ് കേന്ദ്ര സർക്കാർ ഉള്ളത്, സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ. അപ്പോൾ ഇത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദന ഉണ്ടാക്കുന്നതാണ്. ഇത് കേവലം ഒരു കൊള്ള മാത്രമല്ല, ഇത് വിശ്വാസത്തിനെതിരായിട്ടുള്ള കടന്നാക്രമണമാണ് നടന്നിരിക്കുന്നത്, അയോധ്യയിൽ നടന്നിരിക്കുന്നത്. അല്ല, ഇതൊരു രാഷ്ട്രീയ വിഷയമായിട്ടല്ല കോൺഗ്രസ് കാണുന്നത്. നമുക്കറിയാം, അയോധ്യ എന്ന് പറയുന്നത് അവർക്ക് രാഷ്ട്രീയ വിഷയമാണ്. അതിൻ്റെ പേരിലാണ്, രാമജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ പേരിലാണ് കഴിഞ്ഞ 10-35 കൊല്ലമായിട്ട് BJPയും RSSും ഒക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. അവരുടെ എല്ലാ ബേസും അതിൻ്റെ ഭാഗമാണ്. ഇലക്ഷൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ദൈവങ്ങളെ എങ്ങനെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉപയോഗിക്കാമെന്ന് കാണിച്ചു തന്നത് അവരതിലൂടെയായിരുന്നു. പക്ഷെ അവിടെയാണ് ദൈവങ്ങളെ അവരുപയോഗിക്കുന്നത് കൊള്ള നടത്താനും ജനങ്ങളെ വിഭജിച്ച് വോട്ട് നേടാനും വേണ്ടി മാത്രമാണ്, വിശ്വാസത്തിൻ്റെ പേരിലല്ല. അതിവിടെ തെളിയിക്കപ്പെടുകയാണ്. ഇത് കോൺഗ്രസ് വ്യാപകമായിട്ട് ഈ കാര്യങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. വരുന്ന പാർലമെൻറ്റ് സമ്മേളനം 20-ാം തീയതി തുടങ്ങാൻ പോവുകയാണ്. ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഏറ്റവും വലിയ രീതിയിൽ ചോദ്യം ഉയരാൻ വേണ്ടി പോകുന്ന ഈ കാര്യത്തിലായിരിക്കും. പ്രധാനമന്ത്രി സഭയിൽ മറുപടി പറയണമെന്നുള്ള ആവശ്യം ഞങ്ങൾ ഉന്നയിക്കും എന്തായാലും. കാര്യം പ്രധാനമന്ത്രി മേൽനോട്ടം വഹിച്ച് നിശ്ചയിച്ച ഒരു കമ്മിറ്റിയാണ് ഇവിടുത്തെ ട്രസ്റ്റ്. അവർക്കാർക്കും അതിൽ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടും കോൺഗ്രസ് ഈ കാര്യങ്ങൾ രാജ്യവ്യാപകമായിട്ട് ഞങ്ങളിത് ഉന്നയിക്കുന്നുണ്ട്. ഞങ്ങളുടെ എല്ലാ സ്പോക്സ് പേഴ്സൺമാരും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും സന്ദർശിച്ച് ഇതിൻ്റെ വിശദീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങൾ ആവർത്തിക്കും. ജനങ്ങളുടെ മനസ്സിനകത്തുള്ള ഈ വലിയ പുകമറ മാറ്റാൻ അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സുപ്രീം കോടതി മോണിറ്റർ ചെയ്യുന്ന ഒരു അന്വേഷണം കൊണ്ട് മാത്രമേ യഥാർത്ഥ കുറ്റവാളികൾ ഇതിനകത്ത് നിയമത്തിൻ്റെ പരിധിയിൽ വരൂ. അതുകൊണ്ട് ഗവൺമെൻറ് എന്തുകൊണ്ടാണ് മടിക്കുന്നത്? ഗവൺമെൻറ്റിനൊന്നും മറച്ചു വെക്കാനില്ലെങ്കിൽ സുപ്രീം കോടതി ഒരു ജുഡീഷ്യൽ സൂപ്പർവിഷനല്ല, ഒരു എൻക്വയറി കമ്മീഷൻ എന്തുകൊണ്ട് നടത്തുന്നില്ല? അവർ ഉത്തർപ്രദേശിലെ SIT വിട്ടുകൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ അവർക്ക് പലരെയും രക്ഷിക്കാനുണ്ട് എന്നുള്ളതിന് തെളിവാണിത്.